എന്തെങ്കിലും മാറുമെന്ന് പ്രതീക്ഷിക്കാം. ഒരു കാര്യത്തിലും പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഹായ് ഹലോ റെസോളിയോ, വെൽക്കം യു ഓൾ. നമ്മുടെ കൂടെ ഉള്ളതൊരു അഡ്വഞ്ചർ സ്പോർട്സ് ടൂറിംഗ് മോട്ടോർ സൈക്കിളാണ് ദ BMW F900 XR. ഒരു ക്ഷീണവും ഇല്ലാതെ എത്ര കിലോമീറ്റർ വരെ കവർ ചെയ്യാൻ പറ്റുന്ന ഒരു അഡ്വഞ്ചർ സ്പോർട്സ് ടൂറിംഗ് മോട്ടോർ സൈക്കിളാണ് നമ്മുടെ BMW F900 XR. കംപ്ലീറ്റ്ലി അപ്വേർഡ് ആയിട്ടുള്ള ഒരു ഹാൻഡിൽ പാസ്, അതിന് നേരെ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ ഉള്ളൊരു ഫുഡ് പെക്സ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ റൈഡറിന് കംപ്ലീറ്റ്ലി റിലാക്സ് ചെയ്ത് ലോങ് ടൂറിംഗ് ചെയ്യാൻ പറ്റുന്ന ഒരു വൺ ഓഫ് ദ ടൂറിംഗ് ബൈക്കാണ് നമ്മുടെ BMW F900 XR. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതിൻ്റെ ഡിസൈൻ വൈസ് നോക്കാം. ഹെഡ്ലൈറ്റ്സിൻ്റെ സ്റ്റാർട്ട് ചെയ്യും. ഇതിൽ കംപ്ലീറ്റ്ലി വരുന്ന ഒരു LED ഹെഡ്ലൈറ്റ്സ് ആണ്. ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ തന്നെ അത്യാവശ്യം നല്ലൊരു അഗ്രസീവ് ലുക്കിംഗ് ബൈക്കാണ്. നമ്മുടെ BMW S1000 RR കണ്ടുവരുന്ന പോലത്തെ ഒരു LED ഹെഡ്ലൈറ്റ്സ് ആണ് ഇതിലും വരുന്നത്. നൈറ്റ് ടൈമിൽ അത്യാവശ്യം നല്ലൊരു വിസിബിലിറ്റി ഈ ഹെഡ്ലൈറ്റ്സിന് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ കറൻറ്റ്ലി ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ആഫ്റ്റർ മാർക്കറ്റ് ആയിട്ടുള്ള പ്യൂഗിൻ്റെ വൈസേഴ്സ് ആണ്. ഒരു 12 വൈസേഴ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 150-180 സ്പീഡ്സിലൊക്കെ നമുക്ക് ഹൈവേയിൽ ക്രൂസ് ചെയ്ത് പോകാൻ ഈസിയാണ്. ഇതിൽ സ്റ്റോക്കായിട്ട് വന്നുകൊണ്ടിരുന്ന കുറച്ചുകൂടി ഒരു ഷോർട്ട് വൈസറാണ്. അതിൽ നമുക്ക് ഈ 150-180 ക്രൂസ് ചെയ്ത് പോകുമ്പോൾ കുറേ കൂടെ വിൻഡ് ബ്ലാസ്റ്റ് അടിക്കുന്നുണ്ട് തന്നെ ഇത് ഓണർ ഇത് ചേഞ്ച് ചെയ്ത് ഇപ്പോൾ കറൻറ്റ്ലി ഒരു ടോളർ വൈസറിലോട്ട് പ്രിഫർ ചെയ്തിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ്ലി ഒരു LED ഇൻഡിക്കേറ്റേഴ്സ് ആണ് വരുന്നത്. പിന്നെ നമ്മുടെ LED ടെയിൽ ലൈറ്റ്സും. നമ്മുടെ BMW F900 XR റൺ ചെയ്യുന്നത് ഒരു പാരലൽ ട്വിൻ ആയിട്ടുള്ള ഒരു 895cc ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് റൺ ചെയ്യുന്നത്. പവർ ഔട്ട്പുട്ട് നോക്കുമ്പോൾ ഒരു 103 bhp അറ്റ് 8500 RPM ഒരു 92 Nm ഓഫ് ടോർക്ക് അറ്റ് 6500 RPM കിട്ടുന്നത്. ഇത് ഞാൻ സ്റ്റോക്ക് ഫിഗേഴ്സാണ് പറയുന്നത്, ബട്ട് ഈ ബൈക്ക് സ്റ്റോക്ക് അല്ല. ഇതിൽ കറൻറ്റ്ലി ഒരു ആക്രബോവിച്ചിൻ്റെ എക്സോസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 10% പവർ ഗെയിൻ വെച്ച് നോക്കുമ്പോൾ ഇതിലൊരു 113 bhp ഒരു 102 Nm ഓഫ് ടോക്കും കറൻറ്റ്ലി ഇതിൽ അവൈലബിൾ ആണ്. ഒരു പാരലൽ ടു 895cc എഞ്ചിൻ തരാൻ പറ്റുന്ന അത്രമാത്രം പവർ നമ്മുടെ BMW F900 നമുക്ക് തരുന്നുണ്ട്. ഈ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാസീവ് പവർ ഔട്ട്പുട്ടും പിടിച്ചു നിർത്താൻ പറ്റിയ ഒരു ബ്രംബോയുടെ 4 പിസ്റ്റൺ കാലിപ്പറിൻ്റെ ഒരു 320 mm ഡ്യുവൽ ഡിസ്ക് ആണ് ഫ്രണ്ട് സൈഡിൽ വരുന്നത്. ബ്രംബോയുടെ തന്നെ ഒരു 265 mm സിംഗിൾ പിസ്റ്റൺ കാലിപ്പേഴ്സ് ആണ് റിയർ സൈഡിൽ വരുന്നത്. ഈ ബ്രംബോയുടെ ഫ്രണ്ട് ബ്രേക്സ് മാത്രം മതി ഈ ബൈക്ക് പിടിച്ചു നിർത്താൻ. ബ്രംബോയുടെ ബ്രേക്കിംഗ് ബൈക്ക് പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ല. അത്യാവശ്യം നല്ലൊരു പ്രോപ്പർ കോൺഫിഡൻസ് ആണ് ഈ ബ്രംബോയുടെ ബ്രേക്കിംഗ് തരുന്നത്. പിന്നെ BMW തന്നെ സസ്പെൻഷൻ അതിമാരകമായ ഒരു ടോപ്പ് നോച്ച് സസ്പെൻഷനാണ് വരുന്നത്. ഒരു 43 mm അപ്സൈഡ് ആൻഡ് ഫോക്സ് ആണ് ഫ്രണ്ട് സൈഡിൽ വരുന്നത്. ഒരു 6 സ്റ്റേജ് പ്രീലോഡ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു റിയർ മോണോഷോക്ക് സസ്പെൻഷനാണ് റിയർ സൈഡിൽ വരുന്നത്. ഈ റിയർ സസ്പെൻഷൻ കംപ്ലീറ്റ്ലി ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റബിൾ ആണ്. റോഡ് ഡൈനാമിക് എന്ന 2 മോഡിലോട്ട് നമുക്കിത് ചേഞ്ച് ചെയ്യാവുന്നതാണ്. BMW ഒരു ബൈക്ക് ആയതുകൊണ്ട് തന്നെ സസ്പെൻഷൻ ക്വാളിറ്റി പ്രത്യേകിച്ച് പറയേണ്ട ഒരു ആവശ്യമേ ഇല്ല. ഒരു ടോപ്പ് നോട്ട് സസ്പെൻഷൻ ക്വാളിറ്റി നമുക്ക് ഈ BMW F900 XR നമുക്ക് കിട്ടുന്നുണ്ട്. ടയർ പ്രൊഫൈൽ ചെക്ക് ചെയ്യുമ്പോൾ ഒരു 120 സെഷൻ്റെ ടയേഴ്സ് ആണ് ഫ്രണ്ട് സൈഡിൽ വരുന്നത്. ഇപ്പോൾ കറൻറ്റ്ലി ഇതിൽ റൺ ചെയ്യുന്ന പിറലിയുടെ മൾട്ടിപർപ്പസ് ടയേഴ്സ് ആണ്. അത്യാവശ്യം നല്ല റോഡ് ഗ്രിപ്പും ഓഫ് റോഡിങ് ഗ്രിപ്പുമാണ് പിറലിയുടെ ടയേഴ്സ് പ്രോമിസ് ചെയ്യുന്നത്. റിയർ സൈഡ് ചെക്ക് ചെയ്യുമ്പോൾ ഒരു 180 സെഷൻ്റെ മാസീവ് ടയറാണ് റിയർ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. ഈ ബൈക്ക് ഇപ്പോൾ കംപ്ലീറ്റ്ലി ഒരു ടൂറിംഗ് പാക്കേജ് എന്ന പോലെയാണ് മോഡിഫിക്കേഷൻ ചെയ്തിരിക്കുന്നത്. ഒരു ടോപ്പ് ബോക്സ്, ഒരു ക്രാഷ് ഗാർഡ്, ഹാലജൻ ലൈറ്റ്സ്, ഒരു ടോള വിൻസ്ക്രീൻ, ഇതെല്ലാം ചേർത്ത് കൊണ്ട് തന്നെ ഒരു പ്രോപ്പർ ടൂറിങ് എത്ര വേണോ നമുക്ക് ക്ഷീണിക്കാതെ ഈ ബൈക്കിൽ നമുക്ക് ടൂർ ചെയ്യാവുന്നതാണ്. നമുക്ക് ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. എനിക്കൊരു 165 cm ഹൈറ്റ് ഉണ്ട്. എൻ്റെ ഒരു ഹൈറ്റിന് 825 mm എനിക്ക് കംപ്ലീറ്റ്ലി പ്ലാന്റഡ് ഫുട്ടായിട്ട് സീറ്റിൻ്റെ ഫ്രണ്ട് ഭാഗത്തോട്ട് ഇരിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. അതേ ടൈം സീറ്റിൻ്റെ ബാക്കിലോട്ട് ഇരിക്കുമ്പോൾ എനിക്ക് കംപ്ലീറ്റ്ലി 2 സൈഡും ടിപ് ടോ ചെയ്യാൻ മാത്രമേ കഴിയുന്നുള്ളൂ. റൈഡിങ് ടൈം അത് നമ്മൾ ആരും ശ്രദ്ധിക്കാനും പോകുന്നില്ല. നമുക്കിതിൻ്റെ മീറ്റർ കൺസോൾസ് ഒന്ന് ചെക്ക് ചെയ്യാം. ഇതൊരു കംപ്ലീറ്റ്ലി ഡിജിറ്റൽ TFT ഡിസ്പ്ലേ ആണ് വരുന്നത്. നമ്മൾ BMW S1000 RR കണ്ടുവരുന്ന സെയിം ഡിസ്പ്ലേ ആണ് ഇതിലും വരുന്നത്. ഗൈസ്, ഇതാണ് സ്പീഡോമീറ്റർ, ഒരു ഡിജിറ്റൽ ടാക്കോമീറ്റർ, ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ. ഇവിടെയാണ് നമ്മുടെ മോഡ് കാണിക്കുന്നത്. ഇവിടെ നമുക്ക് മോഡ് ചേഞ്ച് ചെയ്യാൻ കഴിയും. ഇപ്പോൾ റെയിനിലാണ്. റെയിനിൽ നിന്ന് റോഡ്, ഡൈനാമിക് പ്രോ എന്നിങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇത് നമ്മുടെ ഇഗ്നിഷൻ കിൽ, BMW കണ്ടുവരുന്ന ഇഗ്നിഷൻ കിൽ സ്വിച്ചാണ്. ഇവിടെ മെനു ബട്ടൺ നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെനു. ഇതൊരു നാവിഗേഷൻ വീലാണ്. നമുക്ക് കംപ്ലീറ്റ്ലി മീറ്റർ കൺസോൾസിൽ ഫുള്ള് നമുക്ക് ചേഞ്ച് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു നാവിഗേഷൻ ടൂളാണിത്. നമ്മുടെ BMW F900 XR വരുന്നത് ഒരു 15.5 ലിറ്ററിൻ്റെ ഫ്യൂൾ ടാങ്കാണ്. ഇതിൻ്റെ മൈലേജ് പ്രതീക്ഷിക്കുന്നത് ഒരു 18 to 22 ആണ്. ഒരു സിറ്റീസിലൊക്കെ നമുക്ക് കിട്ടാൻ ചാൻസ്. അത്യാവശ്യം ഒന്ന് പൊളിച്ച് ഓട്ടിച്ചാൽ വീണ്ടും മൈലേജ് ഡ്രോപ്പ് ആവുന്നതാണ്. ഫൈനലി നമുക്ക് ഈ ബൈക്കിൻ്റെ ഒരു എക്സോസ്റ്റ് നോട്ട് കേൾക്കാം. ഒരു ആക്രാപോവിക്കിൻ്റെ എക്സോസ്റ്റ് നോട്ട്.
അത്യാവശ്യം നല്ല ഗ്രൗണ്ടുള്ള ഒരു സൗണ്ടാണ് നമ്മുടെ BMW F9. ഒരു പാലറ്റ് ട്യൂണിൽ തന്നെ ഒരു ആക്രർ എക്സോസ്റ്റ് കൊള്ളാം. ഇതൊരു റൗഡി ഫീല് പോലെ ഈ ബൈക്ക് കിട്ടുന്ന ഒരു അഡ്വഞ്ചർ സ്പോട്ടിൽ തന്നെ ഒരു റൗഡി ഫീലായിട്ടുള്ള ഒരു എക്സോസ്റ്റാണ് നമുക്ക് ഈ BMW F900 XRൽ കിട്ടുന്നത്. നമുക്ക് ചെറുതായിട്ടൊരു ഷോർട്ട് റൗണ്ട് പോവാം. ഗൈസിൻ്റെ എക്സോസ്റ്റ് സൗണ്ട് അത്യാവശ്യം നല്ല രസമുണ്ട് കേൾക്കാനേ. പ്രത്യേകിച്ച് ഒരു റൗഡി ഫീൽ കിട്ടുന്ന പോലെ, ഒരു ഗ്രൗളിങ് സൗണ്ട് ഉള്ളതിൻ്റെ ഒരു റൗഡി ഫീൽ കിട്ടുന്നുണ്ട്. ഇത് ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഇത് അടി തട്ടുമെന്നൊന്നും ഒന്നും പേടിക്കണ്ട. നമുക്ക് ഈ സ്ട്രെയിറ്റ് എടുത്ത് കറങ്ങി വരാമേ. ചെറിയൊരു ഓപ്പൺ റോഡ് കിട്ടിയിട്ടുണ്ട്. ബൈക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ പുള്ളി ചെയ്യുന്നുണ്ട്. ഇത് ടോളോ വിൻസ്ക്രീൻ ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പം നമുക്ക് വിന്നോയ്സ് ഒന്നും അറിയാൻ പോലും പറ്റില്ല. അത്യാവശ്യം നന്നായിട്ട് തന്നെ നമുക്ക് പുഷ് ചെയ്യാൻ പറ്റും. ഒരു 150-180 കിലോമീറ്ററിലൊക്കെ നമുക്ക് ഈ സ്പീഡിൽ പുഷ് ചെയ്യാം. യോഗിൻ്റെ വൈസറായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല R&D നടത്തിയിട്ടുണ്ട്. നല്ല വിൻ പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട് ഈ ഒരു ബൈക്കിൽ. ബ്രേക്കിംഗ് ബൈറ്റ് പിന്നെ പറയണ്ടല്ലോ, ബ്രംബോടെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ബ്രേക്കിംഗ് ബൈറ്റ് എന്ന ഒരു കാര്യത്തിലും പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. അത്യാവശ്യം നന്നായിട്ട് പുഷ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് ഈ ബ്രംബോടെ ബ്രേക്സ് നമുക്ക് തരുന്നുണ്ട്. ഷാർപ്പാണ്, ഭയങ്കര ഷാർപ്പാണ് ബ്രേക്സ്. ലെക്സസ് ഈ റോഡിലൊന്നും ഈ ബൈക്ക് കംപ്ലീറ്റ്ലി പുഷ് ചെയ്യാനൊന്നും പറ്റില്ല. അത്യാവശ്യം നല്ല ട്രാഫിക്കാണ്. ഒരു 4 PM ആയതുകൊണ്ട് തന്നെ ഒരു ഓഫീസ് അവേഴ്സ് കഴിഞ്ഞപ്പോൾ ആൾക്കാരൊക്കെ റോഡിലോട്ട് വരുന്നതാണ്. നല്ലൊരു അറ്റൻഷൻ ഗ്രാബറാണ്. റോഡിലുള്ള എല്ലാവരും നോട്ടീസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ എക്സോസ്റ്റും കൂടെ ഉള്ളതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ഒരു അറ്റൻഷൻ ഗ്രാബറാണ് നമ്മുടെ ഈ BMW F900 XR. പ്രോപ്പറായിട്ട് ഒരു തേർഡ് ഗിയറിൻ്റെ പവർ ഔട്ട്പുട്ട് പോലെ എനിക്ക് പ്രോപ്പറായിട്ട് കാണിച്ചു തരാൻ പറ്റുന്നില്ല. വിഷമം മാത്രമേ എനിക്ക് ബൈക്ക് ഓടിക്കുമ്പോൾ എൻ്റെ മുന്നിലുള്ളൂ. ഇതാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ ഒരു 9000 RPM വരെ റവ് ചെയ്യാൻ പറ്റുന്ന ഒരു ബൈക്കിൽ ഞാൻ ഇപ്പോൾ 4000 RPM പോകുന്നത്. എൻ്റെ ഒരു മാക്സിമം പവർ ഔട്ട്പുട്ട് കിട്ടാൻ തന്നെ ഒരു മാക്സിമം ടോർക്ക് ഔട്ട്പുട്ട് കിട്ടാൻ തന്നെ ഒരു 6500 RPM വേണം. എന്ത് ചെയ്യാനാ, നമ്മളെ കേരള റോഡ്സ് എന്തെങ്കിലും മാറുമെന്ന് പ്രതീക്ഷിക്കാം. റൗണ്ട് മാച്ചിങ് ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഒരു പ്രോപ്പർ റോഡ് പ്രസൻസ് പിടിച്ചു വരുത്തുന്ന ഒരു ബൈക്കാണ് നമ്മുടെ BMW F900 XR. ഓക്കെ ഗൈസ്, അതൊക്കെ തന്നെയായിരുന്നു ഇന്നത്തെ വീഡിയോ. കംപ്ലീറ്റ്ലി സൈനിങ് ഓഫ്. ഓക്കെ ബൈ.